ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ 1-ാം അധ്യായത്തിലെ അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ഇത് ഭഗവാന്റെ അവതാര ഉദ്ദേശത്തെയും പ്രകൃതിയുമായുള്ള ബന്ധത്തെയും കുറിച്ചുള്ളതാണ്. സ്ത്രീരൂപം ച പ്രകൃതിരൂപം പുരുഷം വിശ്വരൂപിണം തയോശ്ച വിഭജേത് ഭേദം കർത്തും സൃഷ്ടിം ചരാചരം. സ്ത്രീരൂപം ച പ്രകൃതിരൂപം, പ്രകൃതിരൂപത്തിലുള്ള സ്ത്രീ ശക്തിയായും, പുരുഷം വിശ്വരൂപിണം, വിശ്വരൂപിയായ പുരുഷനായും അഥവാ പരമാത്മാവായും, തയോശ്ച വിഭജേത് ഭേദം, ഇവർ രണ്ടുപേരും വിഭജിക്കപ്പെട്ട് വേർതിരിഞ്ഞ്, കർത്തും സൃഷ്ടിം ചരാചരം, ചരാചരങ്ങൾ നിറഞ്ഞ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നു. ശ്ലോകത്തിൻ്റെ സാരം: ഒരേ പരബ്രഹ്മം തന്നെ സൃഷ്ടി നടത്തുന്നതിനായി പ്രകൃതിയായും സ്ത്രീരൂപമായും പുരുഷനായും രണ്ട് രൂപം പ്രാപിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. പ്രപഞ്ചത്തിലെ ചലിക്കുന്നതും, അതായത് ചരം, ചലിക്കാത്തതുമായ അജരം, സകല വസ്തുക്കളുടെയും ഉദ്ഭവം ഈ രണ്ട് ശക്തികളുടെ ഒത്തുചേരലിലൂടെയാണ്. ബ്രഹ്മവൈവർത്ത പുരാണത്തിലെ ദർശനമനുസരിച്ച് പരമാത്മാവായ ശ്രീകൃഷ്ണൻ പുരുഷനായും അവിടുത്തെ ശക്തിയായ രാധ അല്ലെങ്കിൽ മൂലപ്രകൃതി സ്ത്രീരൂപമായും നിലകൊള്ളുന്നു. ഇവർ യഥാർത്ഥത്തിൽ ഒന്നാണെങ്കിലും സൃഷ്ടിക്കായി രണ്ടായി ഭവിക്കുന്നു എന്ന അദ്വൈത തത്വമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രകൃതി പുരുഷ തത്വം അല്പം കൂടി ലളിതമായി വിവരിക്കാം. ഈ പുരാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദർശനങ്ങളിലൊന്നാണിത്. ഇതിനെ ഒരു ഉദാഹരണത്തിലൂടെ ഇങ്ങനെ മനസ്സിലാക്കാം. 1. ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങൾ. സ്വർണവും അതിൽ നിന്നുണ്ടാക്കിയ ആഭരണവും പോലെയാണ് പരമാത്മാവും പ്രകൃതിയും. സ്വർണം പുരുഷൻ, ഇല്ലാതെ ആഭരണം പ്രകൃതി നിലനിൽക്കില്ല. അതുപോലെ ഈശ്വരനും അദ്ദേഹത്തിൻ്റെ ശക്തിയും ഒന്നാണെങ്കിലും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുമ്പോൾ അവ രണ്ട് ഭാവങ്ങളായി പ്രകടമാകുന്നു. 2. പ്രകൃതിയും പുരുഷനും. പുരുഷൻ അഥവാ ശ്രീകൃഷ്ണൻ ഇദ്ദേഹം മാറ്റമില്ലാത്തവനും സാക്ഷിയുമാണ്. സകലതിനും ആധാരമായ ബോധമാണ്, കോൺഷ്യസ്നസ്, പുരുഷൻ. പ്രകൃതി രാധ അഥവാ ശക്തി, പുരുഷൻ്റെ ഉള്ളിലെ ചലനാത്മകമായ ശക്തിയാണിത്. സൃഷ്ടി നടത്തുന്നതും പ്രപഞ്ചത്തിന് രൂപം നൽകുന്നതും പ്രകൃതിയാണ്. ചുരുക്കത്തിൽ വൈദ്യുതി പുരുഷൻ ഉണ്ടെങ്കിലും അത് പ്രകാശമായി മാറണമെങ്കിൽ ഒരു ബൾബ് അഥവാ പ്രകൃതി ആവശ്യമാണ്. വൈദ്യുതിയും ബൾബും ചേരുമ്പോഴാണ് പ്രകാശം ഉണ്ടാകുന്നത്. അതുപോലെ ഈശ്വരനും പ്രകൃതിയും ചേരുമ്പോഴാണ് ഈ ചരാചര പ്രപഞ്ചം ഉണ്ടാകുന്നത്. 3. സൃഷ്ടിയുടെ വൈവിധ്യം. ഈ ശ്ലോകത്തിൽ പറയുന്ന ചരാചരം എന്ന വാക്കിന് വലിയ അർത്ഥമുണ്ട്. ചരം മനുഷ്യൻ, മൃഗങ്ങൾ തുടങ്ങി ചലിക്കുന്നവ. അചരം മരങ്ങൾ, പർവ്വതങ്ങൾ തുടങ്ങി ചലിക്കാത്തവ. ഇവയെല്ലാം ഈ രണ്ട് ശക്തികളുടെ പ്രകൃതി പുരുഷ സംഗമ ഫലമായി ഉണ്ടായതാണെന്ന് ബ്രഹ്മവൈവർത്ത പുരാണം പഠിപ്പിക്കുന്നു. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.